പ്രഭു വിശ്രമിച്ചു. ഞാൻ പിന്നീട് വരാം. എന്താ പ്രഭു? എനിക്ക് ഒരാഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ. അത് ബാലേട്ടൻ സാധിപ്പിച്ചു തരുമോ? എന്താ? ബാലേട്ടനോടൊപ്പം കന്യാകുമാരി പോയി അസ്തമയം ഒന്ന് കാണണം. ബാലേട്ടനറിയാമോ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷങ്ങൾ ഏതാണെന്ന്? കന്യാകുമാരിയിൽ അസ്തമയം കാണുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിമിഷങ്ങൾ. അസുഖമൊക്കെ ഭേദമാകട്ടെ, ഇനി സമയമുണ്ടല്ലോ. എന്റെ അവസാനത്തെ ആശയാണ്. കൊണ്ടുപോകില്ലേ ബാലേട്ട? ക്ഷമിക്കൂ പ്രഭേ, പ്രഭയ്ക്ക് അല്പം കൂടി ആരോഗ്യം വന്നത്. കന്യാകുമാരി അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. പോകുന്ന കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്റെ മോഹം തെറ്റാണ്. എനിക്ക് മാപ്പ് തരും. എന്റെ സ്വാർത്ഥത കുറെ കടന്നുപോയി. പക്ഷേ എനിക്ക് ലാബ് വരെ പോകും. ഞാൻ പിന്നീട് വരാം. എന്നിട്ട് അയാളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവൾക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഒടുവിൽ ആ വിവാഹം തെറ്റിപ്പിരിഞ്ഞു. സൗകര്യമായല്ലോ. ആദ്യത്തെ ആൾക്ക് ഇപ്പോഴും സ്നേഹമാണെങ്കിൽ ഉടൻ വിവാഹം നടത്താൻ പറയണം. മുഴുവനും കേൾക്കും. അയാളൊരു ഭർത്താവാണ്, അച്ഛനാണ്. അവൾ രോഗിയും. ഏത് നിമിഷവും മരിക്കും. അവളുടെ ഏക ആഗ്രഹം പഴയ കാമുകനുമൊത്ത് കന്യാകുമാരിയിൽ പോയി അസ്തമയം കാണണമെന്നാണ്. അവളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ കന്യാകുമാരിയിൽ പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സാധിച്ചില്ല. കഷ്ടമായി. ആട്ടെ, എന്താ അവർക്ക് അസുഖം? അവളുടെ മുമ്പിൽ മെഡിക്കൽ സയൻസ് തോറ്റു. അവൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. പാവം. എങ്കിൽ ആ കാമുകനോട് പറയാം, അവൾ മരിക്കുന്നതിന് മുൻപ് ആ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടും. പ്രഭേ, പ്രഭേ, ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ നഴ്സിനെ വിളിച്ച് ഒരു ഇഞ്ചക്ഷൻ തരിക. വേണ്ട ബാലേട്ട. മരുന്നും ഇഞ്ചക്ഷനും ഒന്നും വേണ്ട. അതിന്റെ സമയം കഴിഞ്ഞു പോയി. രാവിലെ ബാലേട്ടൻ വരുമെന്ന് കാത്തിരുന്ന് മയങ്ങിപ്പോയതാണ്. എന്നെ ഡിസ്ചാർജ് ചെയ്യൂ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു. ഇനി ഞാൻ പോയിക്കോട്ടെ. പ്രഭയ്ക്ക് കന്യാകുമാരി പോകണ്ടേ? അസ്തമയം കാണണ്ടേ? വേണ്ട. അതെന്റെ അതിമോഹമായിരുന്നു, സ്വാർത്ഥതയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്നാര് പറഞ്ഞു? ഞാൻ, എന്റെ മനസാക്ഷി. ബാലേട്ടൻ നേടിയതെല്ലാം സൽപ്പേരും അന്തസ്സും കുടുംബസുഖവും എല്ലാം ഞാൻ തകർക്കാൻ ഒരുങ്ങുകയായിരുന്നു. തെറ്റായിപ്പോയി. മറന്നേക്കൂ. ഈ നേട്ടങ്ങളെല്ലാം ക്ഷണികങ്ങളാണെങ്കിൽ അവയെ നേട്ടങ്ങളായി ഞാൻ കരുതുന്നില്ല. അത്ര വേഗം നഷ്ടപ്പെടുന്ന നേട്ടങ്ങൾ കഴിവതും വേഗം നഷ്ടപ്പെടുകയാണ് നല്ലത്. ഇന്ന് 3:30 മണിക്കാൻ വരും. പ്രഭ തയ്യാറായിരിക്കും. എന്റെ ആഗ്രഹമാണ്. ശാന്തി, ശാന്തി. ഇതെന്താ? എങ്ങോട്ട് പോകുന്നു? ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകുന്നു. വരാൻ കുറെ വൈകും. എങ്ങോട്ട് പോകുന്നു പറയൂ. അതെല്ലാം വന്നിട്ട് പറയാം. പറയാൻ കുറെ ഏറെ ഉണ്ടാകും.
ഇങ്ങനെ നോക്കുന്നേ? ഈ സാരി എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പൊ എന്നെയോ? എന്താ ബാലേട്ട? ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ സാരി പുതിയതല്ല, പഴയതാണ്. 15 വർഷം പഴക്കമുള്ള പഴം കൂടി. ഇത് ഞാൻ മറ്റാരുടെയും മുമ്പിൽ എടുത്തിട്ടില്ല. നമുക്ക് പോകാം. എന്റെ മോളുടെ ക്ഷീണമൊക്കെ മാറിയല്ലോ. എന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വെച്ച. അത് പറയില്ലാന്ന് എനിക്ക് വാക്ക് തന്നാണ്. ഇല്ല, ഞാൻ പറയുന്നില്ല. ആ, പുറത്ത് നിൽക്കണ്ട. ഇന്ന് നല്ലപോലെ വിശ്രമിക്കണം. വരൂ, ഉറങ്ങാൻ ഞാൻ പിടിച്ചു തരാം. എനിക്കോ? ഇന്നോ? എനിക്കിന്ന് ഒരു മരുന്നും വേണ്ട. ഞാനിന്ന് സുഖമായി ഉറങ്ങും. പാലിട്ട് പോയിക്കോളൂ. ശാന്തി കാത്തിരിക്കും. അധികം വൈകിയാൽ. ശരിയാ ഡോക്ടർ, അങ്ങ് ഇപ്പോൾ ചെയ്തത് തന്നെ കൂടുതലാണ്. ഇവളെ വാർഡിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ശരി, വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഗുഡ് നൈറ്റ്. പാവം, ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. ആരും അദ്ദേഹത്തെ പോലെ നല്ലവരാകരുത്, എന്നെ പോലെ സ്വാർത്ഥയുമാകരുത്. വരൂ മോളെ, നമുക്ക് വാർഡിലേക്ക് പോവാം. മോളുറങ്ങി. എന്താ പറയാമെന്ന് പറഞ്ഞത്? എന്റെ കഥ. ബാലേട്ടന്റെ കഥയോ? അതെ. ഇന്നോളം നിന്നിൽ നിന്നും ഞാനത് മറച്ചു വെച്ചിരുന്നു. തെറ്റായിപ്പോയി. സാരമില്ല, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ അറിയാത്ത ഒരു ജീവിതം എനിക്കുണ്ടായി.
ഒരു പക്ഷേ നീ അതറിയുമ്പോൾ ഹലോ യെസ് ഞാൻ ഉടനെ വരുന്നു. ഹോസ്പിറ്റൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാം. മറ്റു ഡോക്ടർമാരാരുമില്ലേ? ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണേ. എന്റെ മനസ്സാകെ വിഷമിപ്പിച്ചു. മറക്കരുത്, ഞാൻ ഉറങ്ങില്ല. ആരാ? എന്താ? ശാന്തിയല്ലേ? അതെ. മോള് പ്രഭ അല്ലേ? അതെ. ഞാൻ രണ്ടുപേരെയും ഒന്ന് കാണാൻ വന്നതാ. മോളെ ഞാനൊന്ന് എടുത്തോട്ടെ? ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ? എനിക്ക് തൃപ്തിയായി. എന്താ പുറത്തു നിൽക്കുന്നത്? അകത്തിരിക്കാമല്ലോ. വരൂ. സദാശിവൻ, ഡെഡ് ബോഡി അയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. യെസ് ഡോക്ടർ. ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. എന്നെ മോളെയും കാണാനാണെന്ന് പറഞ്ഞു. മോളെ എടുത്ത് ഉമ്മ വെച്ചു. ഞാൻ ഇരിക്കാൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടില്ല. എന്താ എന്താ ബാലേട്ട ഇതെല്ലാം? പറയാം, ഞാൻ എല്ലാം പറയാം, എല്ലാം.